ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് 19 മുതൽ 22 വരെ. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ: അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്നിവ ചേർത്ത് വച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത്. 2010 ഏപ്രിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിയമമായി പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണം.